ചാരവൃത്തിക്ക് പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് വന്നതിൽ തന്റെ പ്രതികരണം അറിയിക്കുകയാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇൻഫ്ലുവൻസർമാരെ കൊണ്ടുവരുന്നത് എംപാനൽഡ് ഏജൻസികളാണെന്നും അതിൽ മന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്വമില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജ്യോതി മൽഹോത്ര അപകടകാരിയാണെന്ന് സംസ്ഥാനത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നെങ്കിൽ അവരുടെ വരവ് തടയുമായിരുന്നെന്നും BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ബോധപൂർവം ഇപ്പോൾ വിവാദം സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വർഷങ്ങളായി ടൂറിസത്തിൽ തുടർന്നുവരുന്ന മാർക്കറ്റിംഗ് രീതികൾ തന്നെയാണ് താൻ മന്ത്രിയായപ്പോഴും തുറന്നത്. സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുന്നത് അവരുടെ പ്രദേശത്തും ലോകത്തിനും കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇവരെ തിരഞ്ഞെടുക്കുന്നത് എംപാനൽഡ് ഏജൻസികളാണ്. അതിൽ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. പലരും ബോധപൂർവം വിവാദം സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നത് ജനുവരിയിലാണ്. പിന്നീടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇവർ അപകടകാരിയാണെന്ന വിവരം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നില്ല. ജനുവരിയിൽ ഒരുപാട് ബ്ലോഗർമാർ വന്നിരുന്നു. ഈ ബ്ലോഗർമാർ ഭാവിയിൽ എന്താവും എന്ന് വിദൂര കാഴ്ചയോടെ കാണാൻ നമുക്കാവില്ല. ജ്യോതി മൽഹോത്ര വേറെ പല സംസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. കുംഭമേളക്ക് പോയിട്ടുണ്ട്. BJPക്ക് യോഗി ആദിത്യനാഥിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറയാൻ തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരും ടൂറിസം മന്ത്രിമാരും ഉത്തരവാദികളാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചത്. ഇത്തരം വിവാദങ്ങൾ കേരളത്തിനും കേരള ടൂറിസത്തിനും വളരെ മോശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരിക്കും ഈ ജ്യോതി മൽഹോത്ര എന്ത് ചാരപ്രവർത്തനമാണ് നടത്തിയത്? അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എന്ത് രഹസ്യമാണ് ഇവർ പാകിസ്ഥാന് കൈമാറിയത് എന്നാണ് കണ്ടെത്തേണ്ടത്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ട്രാവൽ ബ്ലോഗറായി ജ്യോതി മൽഹോത്ര വളർന്നത് അവരുടെ കഴിവും ധൈര്യവും കഠിനാധ്വാനവും കൊണ്ട് തന്നെയാണ്. ഈ യുവതി പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി പോയതല്ല. നമ്മുടെ സർക്കാർ സംവിധാനം വഴി അപേക്ഷകൾ നൽകി എല്ലാ വിധത്തിലുള്ള സെക്യൂരിറ്റി ക്ലിയറൻസും വാങ്ങിയാണ് അവർ പാകിസ്ഥാനിലേക്ക് പോയത്. ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിലേക്കുള്ള യാത്രാനുമതി ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡൽഹിയിലെ പാക് എംബസിയിൽ നിരന്തരം കയറി ഇറങ്ങിയാൽ മാത്രമേ അവിടേക്ക് പോകുവാനുള്ള ക്ലിയറൻസ് കിട്ടുകയുള്ളൂ. ജ്യോതി മൽഹോത്ര വളരെ പ്രശസ്തയായ ബ്ലോഗറായതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ അവർക്ക് വിസ അനുവദിച്ചത്. പാകിസ്ഥാനെ പറ്റി മോശമായൊന്നും ചിത്രീകരിക്കില്ലെന്ന ഉറപ്പിൽ തന്നെയാകും അവർക്ക് ആ അനുമതി ലഭിച്ചത്. ജ്യോതി മൽഹോത്രയുടെ പാകിസ്ഥാൻ വീഡിയോ കണ്ടാൽ അറിയാം അവിടെ അവർക്ക് ലഭിച്ച മര്യാദ. റെയിൽവേ ഉദ്യോഗസ്ഥർ മുതൽ സേനാ വിഭാഗങ്ങൾ വരെ അങ്ങേയറ്റത്തെ മര്യാദയോടാണ് ഇവരോട് ഇടപെടുന്നത്. സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജ്യോതിക്ക് ചായ വാങ്ങി നൽകുക വരെ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരുടെ മനസ്സിൽ പാകിസ്ഥാനെ പറ്റിയുള്ള മോശമായ പ്രതിച്ഛായം മാറ്റാൻ ജ്യോതിയുടെ ട്രാവൽ ബ്ലോഗ് ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാകും പാകിസ്ഥാൻ അധികൃതർ അവരെ സ്വീകരിച്ചതെന്ന് ആ വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. ജ്യോതി മൽഹോത്രയുടെ റീച്ചും പോപ്പുലാരിറ്റിയും ഫോളോവേഴ്സിനെയും ഒക്കെ കണ്ടിട്ടാണ് പാകിസ്ഥാൻ അവരെ സ്വീകരിച്ചത്. അതൊക്കെ കണ്ടു തന്നെയാണ് കേരള സർക്കാരും അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. ജ്യോതി മൽഹോത്ര എന്തെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് കൃത്യമായി അന്വേഷിച്ച് തെളിയിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അവർ കേരളത്തിൽ വന്നു എന്നതിന്റെ പേരിൽ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയിൽ കൂടി തീവ്രവാദ ബന്ധം സ്ഥാപിക്കാൻ നടക്കുന്നവരോട് ഒന്നും പറയാനില്ല. ഇതേ ജ്യോതി മൽഹോത്ര കുംഭമേളക്ക് പോയത് ആരും കണ്ടതുമില്ല.